സിം കാർഡുകൾ എടുക്കാൻ വരുന്ന ആളുകളുടെ പേരിൽ അവരറിയാതെ എടുത്തത് 100-ലധികം സിം കാർഡുകൾ. ഒറ്റയടിക്ക് ഇവയെല്ലാം ആക്റ്റീവായതോടെ അന്വേഷണം ആരംഭിച്ച മലപ്പുറം സൈബർ ക്രൈം സ്ക്വാഡ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. സംഭവവുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോൺ സേവനദാതാക്കളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഒളവണ്ടൂർ മായക്കര പാറച്ചാലിൽ അബ്ദുൽ ഷമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉപഭോക്താക്കളുടെ പേരിൽ അവരറിയാതെ കൂട്ടത്തോടെ സിം കാർഡുകൾ എടുത്ത് കൈമാറുന്ന യുവാവാണ് മലപ്പുറം സൈബർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. വിവിധ മൊബൈൽ സേവനദാതാക്കളുടെ സെയിൽസ് എക്സിക്യൂട്ടീവായ കൊണ്ടോട്ടി ഒളവട്ടൂർ മായക്കര പാറച്ചാലിൽ അബ്ദുൽ ഷമീറിനെയാണ് മലപ്പുറം സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടർ IC ചിത്തരഞ്ജൻ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 1500ഓളം സിം കാർഡുകളും 1000-ലധികം സിം കാർഡ് കവറുകളും കമ്മീഷനായി ലഭിച്ച 1,72,000 രൂപയും അന്വേഷണ സംഘം കണ്ടെടുത്തു. 2023 നവംബറിൽ മലപ്പുറം ജില്ലയിൽ BSNL 180ഓളം സിം കാർഡുകൾ ഒന്നിച്ച് ആക്റ്റീവായെന്നും പിന്നീട് ഇവ ഡീആക്റ്റീവേറ്റ് ആക്കി മറ്റു സേവനദാതാക്കളിലേക്ക് പോർട്ട് ചെയ്തെന്നുമുള്ള രഹസ്യ വിവരമായിരുന്നു മലപ്പുറം സൈബർ ക്രൈമിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തുടരന്വേഷണങ്ങൾ. പോർട്ട് ചെയ്ത നമ്പറുകളിലുള്ള സിം കാർഡ് ഉടമകളുടെ മേൽവിലാസം പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരാരും ഇത്തരത്തിൽ BSNL സിം കാർഡ് എടുത്തിട്ടില്ല എന്നും കണ്ടെത്തുന്നത്. ഈ മാസങ്ങളിൽ മറ്റു കമ്പനികളുടെ സിം കാർഡ് ഇവർ എടുത്തിരുന്നതായും ബോധ്യമായി. ഒരേ ദിവസം തന്നെ വിവിധ പ്രൊവൈഡർമാരുടെ സിം കാർഡ് ഒരാളുടെ പേരിൽ തന്നെ ആക്റ്റീവായതായും കണ്ടെത്തിയതോടെയാണ് ശക്തമായ അന്വേഷണത്തിലേക്ക് സംഘം നീങ്ങുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഷമീർ അറസ്റ്റിലായത്. ജില്ലാ പോലീസ് മേധാവി S ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. 2023 നവംബർ മാസത്തിൽ ബൾക്കായിട്ട് BSNLന്റെ സിം കാർഡുകൾ എടുക്കുകയും ഇവിടെ ഒരു 3 മാസം കൊണ്ട് 2024 മാർച്ച് മാസത്തോടു കൂടിയിട്ട് ഇതെല്ലാം ഡീആക്ടിവേറ്റപ്പെടുകയും ചെയ്തു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി, ഒരു രഹസ്യവിവരം കിട്ടിയാണ്. അപ്പോൾ ഞാനപ്പോൾ തന്നെ അത് ആ വിവരം സൈബർ സെക്ടർ ചിത്തരഞ്ജൻ്റെ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ കയ്യിൽ നൽകി വളരെ രഹസ്യമായിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു. വളരെ രഹസ്യമായിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ BSNLന്റെ നല്ലൊരു എണ്ണം സിം കാർഡ്സ് എടുത്തു. സിം കാർഡ്സ് എടുത്തിട്ട് പിന്നീട് ഒരു 90 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ട് പിന്നീട് മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഇതിലേക്ക് പോർട്ട് ചെയ്തിരിക്കുന്നു പലതൊന്നും മനസ്സിലായി. അപ്പോൾ അവരെ ഈ സിം കാർഡ് എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിനെ അവർ കോണ്ടാക്ട് നോക്കുമ്പോൾ അവരങ്ങനെ BSNLന്റെ സിമ്മേ എടുത്തിട്ടില്ല എന്നുള്ള ഇൻഫർമേഷനാണ് കിട്ടിയത്. വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇത്തരം തട്ടിപ്പുകൾക്ക് 3000 മുതൽ 5000 രൂപ വരെ കമ്മീഷനായി ലഭിക്കാറുണ്ടെന്നാണ് പ്രതി പോലീസ് നൽകിയ മൊഴി. സൈബർ സ്ക്വാഡിലെ ASIമാരായ റിയാസ് ബാബു, അനീഷ് കുമാർ, വിമല, പോലീസുകാരായ പ്രദീപ്, മൻസൂർ അയ്യോളി, റാഷിദ്, കൊണ്ടോട്ടി ഡാൻസ് ഓഫ് ടീമിലെ സഞ്ജീവ്, രതീഷ്, സബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നവർ. മലബാർ ടൈംസ്, മലപ്പുറം.